പശ്ചിമ ബംഗാളിൽ ബിജെപിയുടെ ലീഡ് സുവേന്ദു അധികാരി ഭവാനിപ്പൂരിൽ ഭവാനിപ്പൂരിൽ നന്ദിഗ്രാമിൽ ഓടിയതാണ്. അല്ല, ടിഎംസിയുടെ ഉരുക്കുകോട്ട ഭവാനിപ്പൂരിൽ അവിടെ പിന്തുടർന്ന് ചെന്നതാണ് സുവേന്ദു അധികാരി. തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഭവാനിപ്പൂരിൽ പുലർച്ചെ തന്നെ ടിഎംസി അക്രമം അഴിച്ചു വിട്ടിരുന്നു ബിജെപി പ്രവർത്തകർക്ക് നേരെ. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ ഇപ്പൊ ലീഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ബംഗാളിൽ മമതാ ബാനർജി പിന്നിലാണ്, പിന്നിൽ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ, പ്രത്യേകിച്ച് കൗതമിന് വേണ്ടി. എന്തായാലും പുതുച്ചേരിയിൽ ഇതുവരെയുള്ള ലീഡിനനുസരിച്ച് നിലവിലുള്ള ഭരണകൂടം NDA ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ സീറ്റിനേക്കാൾ കൂടുതൽ നേടുമെന്നുള്ള സൂചന 22 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കും. അസം നിങ്ങൾക്ക് ആർക്കും ഒരു ഉഷാറില്ലേ? അസം ഇനി നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രശ്നം. അവസാനം ഇനി ഭൂരിപക്ഷം പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു. അയ്യോ, TVK തമിഴ്നാട്ടിൽ 8ലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. 8 സീറ്റുകൾ ജോസഫ് വിജയുടെ TVK 8 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ വിജയെ കുറിച്ച് ഇങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോ മാറി. ഇതിപ്പോ 9 മണി പോലും ആയിട്ടില്ല. 9 മണി പോലും ആയിട്ടില്ല. പൂ എറിഞ്ഞപ്പോ ഓടി ഒളിച്ചു. ഞാൻ പറഞ്ഞാണോ സിനിമയിൽ ട്രെയിൻ പോലെ പിടിച്ചെറിഞ്ഞതൊക്കെ പറഞ്ഞ വിജയോട് ഇപ്പൊ കുറച്ച് സ്നേഹം പറയാൻ പറ്റില്ല. സംഭവിക്കും തമിഴ്നാട്ടില്. അപ്പൊ നോക്കൂ, തൃശ്ശൂരിൽ EVM എണ്ണി തുടങ്ങുമ്പോൾ രാജൻ പല്ലൻ UDF 392 വോട്ടിന് മുന്നിൽ. നാട്ടികയിൽ UDF 35 വോട്ടിൽ മുന്നിൽ നിൽക്കുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി 380 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വേങ്ങരയിൽ KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജി 127 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മങ്കടയിൽ മഞ്ഞളാകുഴി 189 വോട്ട്. ഏറനാട്ടിൽ PK ബഷീർ, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, മഞ്ചേരി M റഹ്മത്തുള്ള CPI അല്ലേ? മഞ്ചേരിയിൽ റഹ്മത്തുള്ള ലീഡ് ചെയ്യുന്നു. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം സിറ്റിംഗ് MLA 188 വോട്ട്. കോട്ടക്കൽ സിറ്റിംഗ് MLA ആബിദ് ഹുസൈൻ തങ്ങൾ 216 വോട്ട്. തിരൂർ കുറുക്കോളി മൊയ്തീൻ 151 വോട്ട്. താനൂരിൽ PK നവാസ് 231 വോട്ട്. തിരൂരങ്ങാടി PM A ഷമീർ. ലീഗിന്റെ ഒരു തേരോട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മഞ്ചേരി ഉൾപ്പെടെ എല്ലാ സ്ഥലവും. ഒന്നുകൂടി ബംഗാളിലേക്ക് പിന്നെ BJP 103, TMC 102, കോൺഗ്രസ് 3, LDF 0. എന്തായാലും അതിശക്തമായ മത്സരമാണ് ബംഗാളിൽ നടക്കുന്നത്. BJPയും TMCയും തമ്മിൽ ശക്തമായ മത്സരം. തൃശ്ശൂരിൽ റഹ്മത്തുള്ള മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്തഫയാണ് അവിടെ LDFന്റെ കാൻഡിഡേറ്റ്. അപ്പോൾ മലപ്പുറത്ത് ഒരു UDFന്റെ തേരോട്ടമാണ് മലപ്പുറം മുഴുവൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊന്നാനിയും തവനൂരുമാണ്. അത് നമുക്ക് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിപ്പീറ്റേഷൻ മലപ്പുറത്ത് ഉണ്ടാവുകയാണ്. അത് UDFന്റെ ഒരു കേന്ദ്രമായി, പ്രത്യേകിച്ച് ലീഗിന് എല്ലാ സീറ്റുകളിലും അവിടെ ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്. തമിഴ്നാട്ടിൽ TVKയുടെ ലീഡ് 13 ഉയരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലം EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എണ്ണുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി നഗരസഭ. അപ്പോൾ അവിടെ BJP നല്ലൊരു ലീഡ് നിലനിർത്തിയാൽ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരു 6000-നും 7000-നും മുകളിൽ ലീഡ് ഉണ്ടെങ്കിൽ BJP അവിടെ വിജയിക്കും, അവിടെ താമര വിരിയും. അതാണ് പാലക്കാടിന്റെ സാഹചര്യം. നാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്, LDF ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഗീതാ ഗോപി LDF 566 വോട്ടിന് മുന്നിൽ. അശ്വിനി കാസർഗോഡ് ML അശ്വിനി 64 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത്. 64 തുടക്കം മുതൽ K സുരേന്ദ്രനും അശ്വിനിയും രണ്ടുപേരും കാസർഗോഡ് മഞ്ചേശ്വരം ആ ജില്ലയിൽ 2 സ്ഥലത്ത് ലീഡ് തുടക്കം മുതൽ തന്നെ നിലനിർത്തുകയാണ്. അതിലൊരു മാറ്റവും ബേപ്പൂരിൽ LDFന്റെ ലീഡ് ഉയരുകയാണ്. മുഹമ്മദ് റിയാസ് 322, നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ 112, സൗത്തിൽ UDFന് തന്നെയാണ് 137. കുന്നമംഗലത്തും LDF ആണ്. കുന്നമംഗലത്ത് 184. കുന്നമംഗലത്തെ തിരിച്ചു പിടിക്കുന്നു. അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു മത്സരം. ഫാത്തിമ തഹലിയുടെ ലീഡ് 330 തൃശ്ശൂരിൽ ഒരിക്കൽ കൂടി UDF ലീഡിലേക്ക് വരുന്നു. രാജൻ പല്ലൻ 770. സേനാപതി വേണുവിന്റെ ലീഡ് നില വർദ്ധിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആ മാജിക്കൽ നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. 72 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. 64 സീറ്റുകളിലേക്ക് LDFന്റെ ലീഡ് നില കുറയുന്നു. 4 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. 72. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 38 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ അനിലേട്ടൻ ചോദിച്ചതുപോലുള്ള ആ മാജിക്കൽ നമ്പർ, പ്രദീപ് സാർ ചോദിച്ചതുപോലുള്ള മാജിക്കൽ നമ്പറിലേക്ക് അതെ 71 കഴിഞ്ഞിരിക്കുന്നു. UDF തങ്ങളുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 64. എന്റെ പോയിന്റ് ഒരു വ്യക്തമായ ഒരു ട്രെൻഡ് ഒന്നും പറയാൻ പറ്റില്ല. പത്തനാപുരത്ത് ചാമക്കാല വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു. EVM എണ്ണി തുടങ്ങുമ്പോൾ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ പറഞ്ഞ ഫ്ലെക്സ് പാഴായിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ.
തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ LDF 204 വോട്ട് 214 വോട്ടേ ഉള്ളൂ 214 വോട്ടേ ഉള്ളൂ കേട്ടോ. സ്വാഭാവികമല്ലേ, അത് വലിയ അത്ഭുതമല്ലോ കേട്ടോ. അല്ല, 214 അതല്ല. തെറ്റിദ്ധരിച്ചു. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നിലാണെന്ന് കണ്ടത്. എന്തായാലും ഒരു കാര്യം, എവിടെയാ? ഇരിങ്ങാലക്കുടയിൽ ചാത്തന്നൂരിൽ NDA ലീഡ് തിരിച്ചു പിടിച്ചു. ബിബി ഗോപകുമാർ യെസ് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. തൊടുപുഴ ആദ്യ റൗണ്ട് 2500 UDF ലീഡ്. അത് പിന്നെ പറയേണ്ട നോക്കേണ്ട ആവശ്യമില്ല. തൊടുപുഴ കാര്യമില്ല. എന്തായാലും ജോസഫ് മാറി. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു പിന്നിലാണ്. തോമസ് ഉണ്ണിയാടൻ മുന്നിലാണെന്ന് മാത്രമേ നേരത്തെ പറഞ്ഞുള്ളൂ. അപ്പോൾ പിന്നിൽ പോയിരിക്കുന്ന മന്ത്രി ആർ ബിന്ദു 5 മന്ത്രിമാർ ഇതിനോടകം തന്നെ ഈ നിമിഷം വരെ പിന്നിലാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, 5 മന്ത്രിമാർ ചിഞ്ചുറാണി ഉൾപ്പെടെ, ബിന്ദു ഉൾപ്പെടെ, MP രാജേഷ് ഉൾപ്പെടെ ഇപ്പോൾ പിന്നിലാണെന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ബംഗാൾ കേൾക്കണോ? കേൾക്കണോ? BJP 105, TMC 102. അപ്പോ ഇപ്പോഴും അവിടെ കേവല ഭൂരിപക്ഷത്തിന്റെ നമ്പർ CPM എത്ര കിട്ടിയതായിരിക്കും? മുന്നണിക്കേ 0, കോൺഗ്രസിന് 2. കേസിലാണല്ലോ പെടുത്തിയിരിക്കുന്നത് അല്ലേ? അസാമിലേക്കൊന്ന് പോകാം. അസാമിൽ 61 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. കേവലം 9 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നു. അതിലൊരു അത്ഭുതമില്ല. കാരണം അസാമിൽ എല്ലാവരും പ്രവചിച്ചതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നാട്ടിൽ വേറെ ആര് ജയിക്കാൻ. ബിബി ഗോപകുമാറിന്റെ ലീഡ് 71 ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട്ടിൽ 3 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. മാനന്തവാടിയിൽ ഉഷാ വിജയൻ 71 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 73 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൽപ്പറ്റയിൽ T സിദ്ദിഖ് മുന്നിലാണ്, 78 വോട്ടുകൾക്ക് മുന്നിലാണ്. യെസ്, ബിബി ഗോപകുമാർ ലീഡ് ഉയർത്തുകയാണ്. 71 വോട്ടുകൾക്ക് മുന്നിൽ. ചാത്തന്നൂർ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയി മാറുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം, നേമം, ചാത്തന്നൂർ. അതെ, കാസർഗോഡ്. തമിഴ്നാട്ടിൽ DMK 56, TVK 17 അല്ലെ? അപ്പോൾ പ്രധാന പ്രതിപക്ഷമായി TVK മാറുകയാണ്. 17 ഇടങ്ങളിൽ ലീഡ് ചെയ്യാണ്. ഈ സഖ്യത്തിന് NDAയുടെ ഒരു സീറ്റും കൂടി നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലതും എന്തും സംഭവിക്കാം. തമിഴകത്ത് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ ലീഡ് കൂട്ടുകയാണ്. പിന്നിലേക്ക് പോയോ? വാർത്ത വരുന്നു, പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ പിന്നിലേക്ക് പോകുന്നു. അല്ല, ഫാത്തിമ തഹലിയ പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ട് സക്രിയമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ TP രാമകൃഷ്ണൻ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, LDF കേന്ദ്രമായ കാട്ടൂരിൽ ആർ ബിന്ദു പിന്നിൽ. കാസർഗോഡ് NDA സ്ഥാനാർത്ഥി BJP നേതാവ് ML അശ്വിനി 187. അരുവിക്കരയിലെ ശിവകുമാറിന്റെ തൽക്കാലം പുറകോട്ടാക്കി സ്റ്റീഫൻ സുരേന്ദ്രൻ 112 വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് ലീഡ് ചെയ്യുന്നു. തുടക്കം മുതൽ തന്നെ അദ്ദേഹം അതൊരു നല്ല സൂചനയല്ലേ? തുടക്കം മുതൽ, കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. പ്രേക്ഷകർക്ക് അറിയാം, തുടക്കം മുതൽ 2016 89 വോട്ടിന് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ തുടക്കത്തിൽ ലീഡ് ഉണ്ടായിരുന്നില്ല. സച്ചിൻ ദേവിനെ അറിയുമോ? സച്ചിൻ ദേവിനെ പിന്നിൽ നിൽക്കുകയാണ്.